നിങ്ങളൊക്കെ ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവും ഈ ശ്രീധരൻ പോസ്റ്റ് ചെയ്ത കേരള ഹൈസ്പീഡ് റെയിൽ. ഞാൻ അതിന്റെ ന്യൂസിന്റെ കമന്റ് സെക്ഷനിലൂടെ ഒക്കെ പോയപ്പോൾ മിക്ക ആൾക്കാരും പറയുന്നുണ്ടായി ഇത് തന്നെയല്ലേ കേരളയിൽ നിന്ന്. ഇത് തന്നെയല്ല കേരളയിൽ. കേരളയിൽ ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമത്തെ വ്യത്യാസം ഇതിന്റെ സ്ട്രക്ചറിൽ തന്നെയാണ്. കേരളയിൽ എർത്തൻ എംബാർമെന്റ്സും കോൺക്രീറ്റ് വാളും കൊണ്ട് ഉണ്ടാക്കുമ്പോൾ കേരള ഹൈസ്പീഡ് റെയിൽ 70% പില്ലർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, ബാക്കിയുള്ളവ അണ്ടർഗ്രൗണ്ട്. രണ്ടാമത്തെ വ്യത്യാസം ഇതിന്റെ സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടാണ്. കേരളയിലിന് 1300 ഹെക്ടർ സ്ഥലം വേണ്ടപ്പോൾ കേരള ഹൈസ്പീഡ് റെയിലിന് അത്രയും വേണ്ടി വരില്ല. മാത്രവുമല്ല, കൺസ്ട്രക്ഷന് ശേഷം ഈ സ്ഥലങ്ങളെല്ലാം അതിന്റെ യഥാർത്ഥ ഉടമയ്ക്ക് തിരിച്ചു കൊടുക്കാനും പറ്റും. മൂന്നാമത്തത് എൻവയോൺമെന്റൽ റിസ്ക് ആണ്. കേരളത്തിന്റെ നാച്ചുറൽ ഡ്രെയിനേജ് സിസ്റ്റത്തെ ബ്ലോക്ക് ചെയ്യും. അതോടൊപ്പം മഴക്കാലത്തെ വെള്ളപ്പൊക്കം കേരളത്തെ മുന്നത്തേക്കാൾ മോശം അവസ്ഥയിലെത്തിക്കും. അതേസമയം കേരള ഹൈസ്പീഡ് റെയിൽ ഇവിടെ പില്ലറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് വെള്ളത്തിന്റെ ഫ്രീ ഫ്ലോയെ തടസ്സപ്പെടുത്തുന്നില്ല. കൂടാതെ ഇത് സോളാർ എനർജിയിലാണ് റൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഗ്രീൻ റെയിൽ കോറിഡോർ എന്ന് വിളിക്കുന്നത്. അടുത്തത് ഇതിന്റെ സ്പീഡാണ്. കേരളയിലെ ഓപ്പറേഷൻ സ്പീഡ് 200 km/h ആണ്. അതേസമയം കേരള ഹൈസ്പീഡ് റെയിലിന്റെ 180 km/h. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളയിലിന് 11 സ്റ്റോപ്പുകളാണുള്ളത്. ഇത് 4 മണിക്കൂർ കൊണ്ട് കവറാവും. അതേസമയം കേരള ഹൈസ്പീഡ് റെയിലിന് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 23 സ്റ്റോപ്പുകളും. ഇത് 3.5 മണിക്കൂർ കൊണ്ട് കവറാവും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ഫണ്ടിംഗ് ആണ്. കേരളയിലെ ഫണ്ടിംഗ് ഏകദേശം 64,000 കോടി രൂപയാണ്. ഇത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. അതേസമയം കേരള ഹൈസ്പീഡ് റെയിലിന്റെ ഫണ്ടിംഗ് ഏകദേശം 60,000 കോടി. ഇതിൽ 36,000 കോടി സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റുമാണ് ചെലവാക്കുന്നത്. ബാക്കിയുള്ള 26,000 കോടി പബ്ലിക് ഫണ്ടിംഗ് വഴിയും. സോ അതൊക്കെയാണ് കേരളയിലും കേരള ഹൈസ്പീഡ് റെയിലും തമ്മിലുള്ള വ്യത്യാസം. എന്താണ് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ആവും.